രാവിലെ ഉറക്കം നെട്ടി എഴുന്നേറ്റു. ആകെ മൊത്തം ഒരു പനിക്കുന്ന ഫീൽ. ടൈം നോക്കാൻ ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ കവിളിലും തലയിലുമൊക്കെ നല്ല വേദന. പോയി കണ്ണാടി നോക്കിയപ്പോൾ കവിൾ നന്നായി വിങ്ങിയിരിക്കുന്നു. ബെസ്റ്റ്. അപ്പോൾ പല്ലുവേദനയാണ്. ആകെ മൂഞ്ച ജീവിതത്തിൽ ഇതും കൂടി. ഈ പറഞ്ഞ ഞാൻ ആരാണെന്നല്ലേ? ഞാൻ വിവേക്, വിച്ചു എന്ന് വിളിക്കും. വയസ്സ് 29. ബിടെക് കഴിഞ്ഞ് ഗതി പിടിക്കാൻ നടക്കുന്ന ഒരുത്തൻ. ആദ്യം ചില്ലറ ജോലികളൊക്കെ ചെയ്തു. പിന്നെ സ്ഥിരം ജോലിക്ക് വേണ്ടി PSC കോച്ചിങ്ങിന് പോയി. അത്യാവശ്യം നന്നായി തന്നെ പരിശ്രമിച്ചു. കുറച്ച് റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നു. പക്ഷേ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന ലിസ്റ്റിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടത്തി. അത് കഴിഞ്ഞ് കാലാവധി പൂർത്തിയായതോടെ നിരാശയും വെറുപ്പും കൊണ്ട് അതും ഉപേക്ഷിച്ചു. ഇപ്പോൾ ചെറിയ പ്രൊജക്റ്റുകൾ ഡിസൈനിങ് ചെയ്തും ഡ്രോയിങ് ഒക്കെ ചെയ്ത് നാട്ടിൽ തന്നെ തട്ടിമുട്ടി ജീവിക്കുന്നു. അച്ഛൻ മരിച്ചപ്പോൾ കിട്ടിയ തുച്ഛമായ ഫാമിലി പെൻഷൻ ഉള്ളതുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല. വീട്ടിൽ ഞാനും അമ്മയും ഒരു വല്യമ്മയും മാത്രമാണ്. ഞാൻ ഒറ്റ മോനാണ്. എങ്ങനെയൊക്കെയോ പല്ല് തേച്ച് കഴിഞ്ഞ് താഴേക്കിറങ്ങി. അമ്മേ, എനിക്ക് നല്ല പല്ലുവേദന, ഒന്ന് വന്ന് നോക്കുമോ? അമ്മ ടോർച്ചെടുത്തുകൊണ്ട് വന്നു. ആ, നന്നായി വിങ്ങിയിട്ടുണ്ടല്ലോടാ. ടോർച്ചടിച്ച് നോക്കി അമ്മ പറഞ്ഞു. എടാ, നിന്റെ ലാസ്റ്റിൽ നിന്നും രണ്ടാമത്തെ പല്ലിൻ്റെ സൈഡിൽ ഒരു കറുത്ത പാടുണ്ട്. ചെറുതാണ്. അവിടെ തന്നെ മോണയും വിങ്ങിയിട്ടുണ്ട്. നീ ആ ടൗണിൽ പോയി ദിവാകരൻ ഡോക്ടറെ ഒന്ന് കാണിക്കേ. ആ, പോകാമേ. ആ, എന്നാ ഈ ചായയും ഉപ്പുമാവും കഴിക്ക്, എന്നിട്ട് പൊക്കോ. എന്തായാലും ഉപ്പുമാവായത് നന്നായി, അല്ലെങ്കിൽ ചവക്കാൻ പാടുപെട്ടാനെ. അമ്മ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. പോയി കഴിച്ച് ഡോക്ടറെ അടുത്ത് പോകാൻ നോക്കട ചക്ക. ഞാൻ എങ്ങനെയൊക്കെയോ ചായയും ഫുഡും കഴിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഓഫ്, ഏതവനാണെന്നാവോ ഈ സമയത്ത് എന്ന് പ്രാഗിക്കൊണ്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചങ്ക് ജിതിൻ. ഹലോ, എന്താടാ ഈ രാവിലെ തന്നെ? ഡാ, എന്തു പറ്റി നിന്റെ സൗണ്ടിന്? അവൻ ചോദിച്ചു. പല്ലുവേദനയാടാ. ആഹാ, അടിപൊളി. എടാ, നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു സാധനം എടുത്താലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ. നീ ഡോക്ടറെ കാണുന്നില്ലേടാ? അവൻ ചോദിച്ചു. ഫുഡ് കഴിക്കാടാ, കഴിച്ചിട്ട് പോണം. ആരെയാ കാണിക്കുന്നേ? അവൻ ചോദിച്ചു. ടൗണിലെ ദിവാകരൻ ഡോക്ടറെ. അയ്യേ, അയാളെയോ? അയാൾക്ക് പ്രായമായില്ലേടാ. പല്ലൊക്കെ പറിക്കാൻ പറ്റുമോ അയാൾക്ക്? അതിന് ഞാൻ പല്ല് പറിക്കാൻ പോകുന്നതല്ലടാ. എടാ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നമ്മുടെ ജംഗ്ഷനിൽ ബാബുവേട്ടൻ്റെ കടയുടെ മുകളിൽ ഒരു മൊഞ്ചത്തി ഡോക്ടറുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ചേച്ചിയെ കാണിക്കാൻ പോയിരുന്നു. കാണാൻ മാത്രമല്ല, നല്ല ഡോക്ടറാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഡെൻ്റൽ സർജനാണ് പോലും. മലയോര PHCയിലെ ഗവൺമെൻറ് ഡോക്ടറാണ്. ഇന്ന് രണ്ടാം ശനിയല്ലേ? ഡോക്ടർ രാവിലെ മുതൽ അവിടെ കാണും. അവധിയില്ലാത്ത ദിവസങ്ങളിൽ 4 മണിക്ക് ശേഷവും കാണും. രാവിലെ 9:30 മുതൽ. ശരിയടാ, നീ പറഞ്ഞ സ്ഥിതിക്ക് ആ മൊഞ്ചത്തിയെ തന്നെ കാണിക്കാം. ഒരു ദർശന സുഖം, പിന്നെ നല്ല ഡോക്ടറാണല്ലോ, ഞാൻ പറഞ്ഞു. എടാ, ഞാൻ വരണോ? അവൻ ചോദിച്ചു. അയ്യോ വേണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കിക്കോളാം. ഓ, എന്നാൽ ശരിയടാ, ഞാൻ ആ സിജിനെയും കൂടി കൂട്ടി ഒരു കുപ്പി എടുക്കട്ടെ. നിന്റെ വേദന കുറഞ്ഞ വൈകുന്നേരം കൂടാം, അല്ലെങ്കിൽ നാളെ. ആ, ഓക്കേടാ, കുറച്ച് കഴിഞ്ഞ് കാണിച്ചു നിന്നിട്ട് വിളിക്കാം. ശരിയടാ, ബൈ. ഫുഡ് കഴിച്ച് റെഡിയായി ഞാൻ ജംഗ്ഷനിലെത്തുമ്പോഴേക്കും സമയം 10:15. ഞാൻ നേരെ ബാബുവേട്ടൻ്റെ കടയുടെ അടുത്ത് ചെന്നു. അവിടെ ബോർഡ് കണ്ടു. നവ്യ സ്മൈൽ ക്ലിനിക്. ആഹാ, നല്ല പേര്. ഇത്രയും കാലമായിട്ടും ഞാൻ ഈ ബോർഡ് ശ്രദ്ധിച്ചില്ലല്ലോ. ഞാൻ മുകളിലേക്ക് കയറി. ഗ്ലാസ് വർക്ക് ചെയ്ത് മനോഹരമായൊരു ക്ലിനിക്ക്. കസേരയിൽ 2 പേരിയ്ക്കുന്നുണ്ട്. ഞാൻ പോയി ടോക്കൺ എടുത്തു. നമ്പർ 6. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അകത്തുള്ള പേഷ്യൻ്റ് ഇറങ്ങി. ടോക്കൺ നമ്പർ 5. അകത്തുനിന്ന് ഒരു പെണ്ണ് വിളിച്ചു. ഇരുന്ന 2 പേരും കയറിപ്പോയി. ഞാൻ പിന്നെയും 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അവരിറങ്ങി. അടുത്തത് എൻ്റെ നമ്പർ വിളിച്ചു. ഞാൻ ഡോറിനടുത്തേക്ക് ചെന്നു. പുൾ എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഓഫ്, മനുഷ്യനെ കൺഫ്യൂഷനാക്കുന്ന സാധനം. ഒന്നാലോചിച്ച് ഡോറ് വലിച്ചു തുറന്നു. കയറുന്നതിൻ്റെ ഇടത്ത് ഭാഗത്തായി ഡോക്ടർ ഇരിക്കുന്നുണ്ട്. എന്നെ നോക്കിയ ഡോക്ടറുടെ കണ്ണുകളിൽ ഒരു തിളക്കം പോലെ എനിക്ക് തോന്നി.
പിന്നെ ആവറേജ് ലുക്കുള്ള എൻ്റെ മുഖം കണ്ട് എന്ത് തോന്നാനാ? എനിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. ഞാനൊരു 5 അടി 15 ഇഞ്ച് ഹൈറ്റും 75 കിലോ വെയിറ്റുമുള്ള ഒരു ആവറേജ് ചെറുപ്പക്കാരനാണ്. ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയ എന്നെ ആകർഷിപ്പിച്ചത് ആ ചിരിയും നീണ്ട മൂക്കുമായിരുന്നു. ജിതിൻ പറഞ്ഞതുപോലെ നല്ല മൊഞ്ചത്തിയാണ്. പറ്റിയ പേരാണ് ക്ലിനിക്കിന് ഇട്ടിരിക്കുന്നത്. ഒരു 25 വയസ്സ് തോന്നിക്കും. ഡോക്ടർ എന്നോട് അവിടെയുള്ള ഒരു സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞു. എന്ത് പറ്റിയടോ? നല്ല പരിചയമുള്ള ആളോടെന്ന പോലെ ഡോക്ടർ എന്നോട് ചോദിച്ചു. ആ സംസാരം എനിക്കിഷ്ടായി. അത് ഡോക്ടർ, പല്ലിൻ്റെ ഇവിടെയായി നല്ല വേദനയുണ്ട്. ചെറിയ ബ്ലാക്ക് സ്പോട്ടും വീക്കവുമുണ്ട്. ഞാൻ പറഞ്ഞു. ആ വീക്കം പുറത്തേക്ക് കാണുന്നുണ്ട്. തൻ്റെ പേരെന്താ? വിവേക്. ഞാൻ പറഞ്ഞു. ആഹാ, നല്ല പേരാണല്ലോ. വയസ്സെത്രയാ? ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നോട്ടിൽ എഴുതിക്കൊണ്ട് ചോദിച്ചു. 29. ഞാൻ പറഞ്ഞു. വാ, അവിടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നെ എക്സാമിഷൻ ചെയ്യാൻ കിടത്തി. ഡോക്ടർ ഹെഡ് ലാമ്പൊക്കെ ഇട്ട് വന്നു. എനിക്ക് വായ കഴുകാനുള്ള വെള്ളവും തന്നു. എടോ, നല്ല ഇൻഫെക്ഷനുണ്ട്. ഞാനിപ്പോൾ അതിനുള്ള മരുന്ന് തരാം. ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്. അത് കട്ട് ചെയ്ത് ആ ഭാഗം അടയ്ക്കണം. ഒരാഴ്ച കൊണ്ട് ഇൻഫെക്ഷൻ മാറും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കാണിക്കണം. അപ്പോൾ ചെയ്യാം. ഞാൻ തിരിച്ച് ചെയറിലേക്ക് വന്നു. ഡോക്ടർ കൈ വാഷ് ചെയ്യുകയാണ്. ഞാൻ ഡോക്ടറിനെ ഒന്ന് സ്കാൻ ചെയ്തു. അത്ര മെലിഞ്ഞിട്ടുമല്ല, അത്ര തടിച്ചിട്ടുമല്ല. ഒരു മീഡിയം. ഒരു ബ്ലൂ കളർ ഫുൾ സ്ലീവ് ചുരിദാറായിരുന്നു ഡോക്ടർ അന്ന് ഇട്ടിരുന്നത്. അതിൽ ഡോക്ടറെ വളരെ സുന്ദരിയായി എനിക്ക് തോന്നി. നെറ്റിയിൽ സിന്ദൂരമൊന്നുമില്ല, താലിയും കാണുന്നില്ല. നേരിയ ഒരു സ്വർണ്ണമാല മാത്രമേ കഴുത്തിലുള്ളൂ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ ചെയറിൽ വന്നിരുന്നു. തൻ്റെ വീട് എവിടെയാടോ? ഡോക്ടർ ചോദിച്ചു. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്കുള്ള ചെറിയ ടാറിട്ട റോഡില്ലേ, അതിലെ 4ാമത്തെ വീടാ. ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ ഇവിടെ തന്നെയുള്ള ആളാണോ? ആ, അതെ. അല്ല, ഡോക്ടറുടെ വീട് എവിടെയാ? എൻ്റെ വീട് 10 മൈൽ അപ്പുറത്താടോ. എൻ്റെ നാട്ടിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ് ആ സ്ഥലം. ഓ, ഡോക്ടർ ഇവിടെ മാത്രമാണോ കൺസെഷൻ ചെയ്യുന്നത്? ഇല്ലടോ, ഞാൻ മാട്ടൂർ PHSലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മുതൽ 7 വരെ ഇവിടെ വരും. ലീവുള്ള ദിവസം 9:30 മുതൽ 1 മണി വരെയും. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും. ബാക്കി ദിവസം ഞാൻ അവിടെ ആയിരിക്കും. ഡോക്ടർ പറഞ്ഞ ആ സ്ഥലം എൻ്റെ നാട്ടിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഒരു മലയോര ഗ്രാമമാണ്. ഡോക്ടറുടെ നാട്ടിൽ നിന്നും 32 കിലോമീറ്റർ ദൂരം. താൻ എന്ത് ചെയ്യാ? ഡോക്ടർ ചോദിച്ചു. ഞാനൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ്. ഇപ്പോൾ ഫ്രീലാൻസായി ഡിസൈനിങ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നു. ഓ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയും അമ്മയുടെ വല്യമ്മയും. അച്ഛൻ? ഡോക്ടർ ചോദിച്ചു. അച്ഛൻ മരിച്ചുപോയി. 12 വർഷമായി. ഓ, സോറി. ഏയ്, ഇറ്റ്സ് ഓക്കെ. ഡോക്ടറുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, പിന്നെ ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞ് ഹസ്സിൻ്റെ വീട്ടിലാണ്. ഓ, അമ്മയാണോ ക്വാർട്ടേഴ്സിൽ കൂടെ നിൽക്കാറ്? ഞാൻ ചോദിച്ചു. ഏയ് അല്ലടോ, അവിടെ ഞാൻ ഒറ്റയ്ക്കാ. അമ്മ നാട്ടിലാ. ഭയങ്കരം തന്നെ. ഏ, അതെന്താടോ? അത്യാവശ്യം ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ എൻ്റെയിലുണ്ട്. ഞാൻ കറാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആട്ടോ. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഡോക്ടർ ഒരു സംഭവം തന്നെയാണല്ലോ. അതെ അതെ. അപ്പോഴേ പല്ല് നന്നായി കെയർ ചെയ്യണം. തൻ്റെ പല്ലിൽ കറ പോലെ ഉണ്ടല്ലോ. സ്മോക്ക് ചെയ്യുമോ? ഡോക്ടർ ചോദിച്ചു. ഏയ് ഇല്ല. അപ്പോൾ ഡ്രിങ്ക്സ്? അത് വല്ലപ്പോഴും. ആ, അതിനെന്തിനാടോ താൻ നാണിക്കുന്നത്? എനിക്കുണ്ട് ആ സ്വഭാവം, ഡോക്ടർ പറഞ്ഞു. ഏ, ആണോ? കൊള്ളാലോ. അത് ഡോക്ടറെ, ഞാൻ കുറച്ചു കാലം മുമ്പ് ആയുർവേദ മരുന്ന് കഴിച്ചിരുന്നു. ആ, അപ്പോൾ അതായിരിക്കും കാര്യം. ഇപ്പോൾ തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കും പെയിൻ കില്ലറും ഞാൻ തരാം. 5 ദിവസം അത് കഴിക്ക്. അപ്പോഴേക്കും ഇൻഫെക്ഷനൊക്കെ മാറും. അടുത്ത ശനിയാഴ്ച കാണിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു തരാം. ശരി ഡോക്ടർ. ഫീസ് 100 രൂപ, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ശരി ഡോക്ടർ, ഞാൻ ഇറങ്ങട്ടെ.
ആ ഓക്കേടോ, അടുത്ത ആഴ്ച വരാൻ മറക്കണ്ട കേട്ടോ. ഏയ് ഇല്ല. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി മരുന്നും വാങ്ങി വീട്ടിലേക്ക് വിട്ടു. ക്ലിനിക്കിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് എനിക്ക് പല്ലുവേദന ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ അത് മാറിയതുപോലെയായിരുന്നു. വീട്ടിലെത്തി രാവിലത്തെ ബാക്കി ഉപ്പുമാവും തിന്ന് ഞാൻ പെയിൻ കില്ലർ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങി. വേദന കുറഞ്ഞു. ഇപ്പോൾ ചെറിയ വേദന മാത്രം. ഞാൻ കിടക്കയിൽ പോയി കിടന്നു. എൻ്റെ മനസ്സിൽ മുഴുവൻ ഡോക്ടറായിരുന്നു. നവ്യ. സാധാരണ നല്ല പരിചയമുള്ള പെൺകുട്ടികളോട് മാത്രമേ ഞാൻ നന്നായി സംസാരിക്കാറുള്ളൂ. അല്ലാത്തവരോട് ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം. പക്ഷേ നവ്യ എനിക്ക് മുമ്പ് അറിയാവുന്ന പോലെ ഒരാളെപ്പോലെ തോന്നിയിരുന്നു. വല്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിരുന്നു. ചിലപ്പോൾ അവളുടെ സംസാര രീതി കൊണ്ടാവാം. കിടന്നുറങ്ങാമെന്ന് വെച്ചെങ്കിലും മനസ്സിൽ അവൾ തന്നെ വന്നുകൊണ്ടിരുന്നു. പിന്നെയും പിന്നെയും അവളെ കാണാൻ തോന്നുന്നു. ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ കാണുള്ളൂ. എഫ് ബിയിൽ ഒന്ന് സെർച്ച് ചെയ്താലോ? നവ്യ എന്ന പേര് വെച്ച് ഞാൻ സെർച്ച് ചെയ്തു. കൂടെ സ്ഥലവും വെച്ച് ഫിൽട്ടർ ചെയ്തു. കുറേ റിസൾട്ട് വന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രൊഫൈൽ നെയിം അറിഞ്ഞാൽ ഈസി ആയിരിക്കും. അത് അറിയില്ലല്ലോ. അപ്പോഴാണ് ഒരു ഐഡിയ. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ഫുൾ പേര് കാണും. അത് വെച്ച് സെർച്ച് ചെയ്താൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെ ചീട്ടെടുത്ത് ഞാൻ പേര് നോക്കി. നവ്യ മേലെടുത്ത്. അത് വെച്ച് എഫ് ബിയിൽ നോക്കിയപ്പോൾ അതാ വരുന്നു നമ്മുടെ ഡോക്ടറുടെ പ്രൊഫൈല്. മനോഹരമായ ചിരിയോട് കൂടിയുള്ള ഒരു പിക്ക്. ഒരു റോസാ ചെടിക്കാരി നിൽക്കുന്നു. ഞാൻ അതിൽ തന്നെ നോക്കിപ്പോയി. അവളുടെ കുറച്ച് ഫോട്ടോസ് പ്രൊഫൈലിൽ കിടക്കുന്നുണ്ട്. അതിലെല്ലാം അവളുടെ മനോഹരമായ ചിരിയും ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചില കോഡ്സും വീഡിയോസും ഷെയർ ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ മോർ ഇൻഫോ ക്ലിക്ക് ചെയ്തു. ബർത്ത് ഡേറ്റ് നോക്കി ഞാൻ ശരിക്കും ഞെട്ടി. എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണവൾ. അതായത് 32 വയസ്സ്. വല്ലാത്തൊരു നെട്ടലായിപ്പോയി. ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് ഫോൺ റിങ് ചെയ്തു. അത് ജിതിനാണ്. ആ പറയടാ. മോനെ കാണിച്ചിട്ട് എന്തായി? അവൻ ചോദിച്ചു. എന്താകാൻ, ടാബ്ലറ്റ് തന്നു. ഹോളുണ്ട്. അടുത്താഴ്ച പോയി അടക്കണം, ഞാൻ പറഞ്ഞു. അല്ല മോനെ, എങ്ങനെയുണ്ട് നമ്മുടെ ഡോക്ടർ? മഞ്ചത്തി അല്ലേ? ആ അതെ. നിന്നോട് എനിക്ക് വളരെ നന്ദിയുണ്ട് മോനെ. ആഹാ, നന്ദിയേ നീ വെച്ചോ. നീ നല്ല നന്നായി വായി നോക്കി കാണും അല്ലേടാ? അവൻ ചോദിച്ചു. ഒന്ന് പോടാ. ഡോക്ടർക്ക് നല്ല പെരുമാറ്റം, നല്ല കമ്പനിയാ. നമ്മളെക്കാൾ 3 വയസ്സ് മൂത്തതായി പോയടാ. ഞാൻ അങ്ങനെ വായി നോക്കിയൊന്നും ഇല്ല. നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു പെരുമാറ്റമാണ് ഡോക്ടർക്ക്, ഞാൻ പറഞ്ഞു. പ്രായത്തിൽ മൂത്തവരോടാണല്ലോടാ നമുക്ക് താല്പര്യം. പക്ഷേ റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിൽ പെരുമാറുന്നവളെ അങ്ങനെ നോക്കുന്നത് ശരിയല്ല. നീ ചെയ്തത് എന്തായാലും നന്നായിടാ, അവൻ പറഞ്ഞു. അതേടാ, നമ്മൾ ബോയ്സ് അങ്ങനെയുള്ളവരെ മറ്റേ രീതിയിൽ കാണാറില്ലല്ലോ. എന്തായാലും അത് വിട്. നീ വൈകുന്നേരം കൂടാൻ വരുന്നോ? ഏയ് ഇന്ന് വയ്യടാ, നല്ല ക്ഷീണം. നാളെ നോക്കാം. എന്നാൽ ശരിയടാ, നീ റെസ്റ്റ് എടുക്ക്. പിന്നെ വിളിക്കാം. ബൈ. ഓക്കേടാ, ബൈ. ഞാൻ പിന്നെയും അവളുടെ പ്രൊഫൈൽ നോക്കി. 34 വയസ്സ്. ഡിവോഴ്സ് ആയതാണോ അതോ ഹസ്ബൻഡ് മരിച്ചതോ? ഇനി വേറെന്തെങ്കിലും? ഞാൻ പിന്നെയും നോക്കി. അക്കൗണ്ട് തുടങ്ങിയിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇവിടെ നാട്ടിലെ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. PG ചെയ്തത് കോഴിക്കോടും. ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാലോ? അല്ലെങ്കിൽ വേണ്ട എന്ന് കണ്ട് സംസാരിച്ചല്ലേ ഉള്ളൂ. കോഴിയാണെന്ന് കരുതും. അങ്ങനെ ഓരോന്നാലോചിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. 3 ദിവസം കൊണ്ട് വേദനയും വീക്കമെല്ലാം മാറി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അടുത്ത ശനിയാഴ്ചയായി. വൈകുന്നേരം 6 മണിയായി ഞാൻ ക്ലിനിക്കിലേക്ക് എത്തുമ്പോൾ. ഹായ് വിവേക്, ഇപ്പോൾ എങ്ങനെയുണ്ടടാ? ഡോക്ടർ എന്നോട് ചോദിച്ചു. ആ, ഡോക്ടർക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടോ? ആ ഉണ്ടല്ലോ. എന്താടാ? അത് ഒരു ദിവസം ഒരുപാട് പേഷ്യൻസ് കാണുന്നതല്ലേ, അപ്പോൾ എൻ്റെ പേരെങ്ങനെ ഓർക്കും? അത് നിൻ്റെ പേര് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പെട്ടെന്ന് മറക്കാൻ പറ്റിയില്ല. എന്തായാലും നീ വാ, നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ എന്നെയും കൊണ്ട് എക്സാമിനേഷൻ ഏരിയയിലേക്ക് നടന്നു. ഡോക്ടർ ബ്ലാക്ക് പൂക്കളുള്ള പ്രിൻ്റ് ചെയ്ത
ഫുൾ സ്ലീവ് ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ടേബിളിൽ കിടന്നു. ഡോക്ടർ വാ തുറന്ന് പരിശോധിച്ചു. എടോ, തൻ്റെ ആ ഭാഗത്ത് മോണ ചെറുതായി വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഹോള് കട്ട് ചെയ്ത് അടക്കാൻ ഇന്ന് പറ്റില്ല. നമുക്ക് തൻ്റെ മുൻഭാഗത്തുള്ള ആ സ്റ്റെയിൻ റിമൂവ് ചെയ്യാം. മോണയ്ക്ക് ഞാനൊരു ഓയിൽമെൻറ്റും തരാം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പല്ലടയ്ക്കാം. ശരി ഡോക്ടർ. അങ്ങനെ ഡോക്ടർ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ മുൻഭാഗത്തെ പല്ല് ഒന്നിൻ്റെ സൈഡിൽ ഒന്ന് കയറിയ പോലെയായിരുന്നു. അതുകൊണ്ട് ഡോക്ടർക്ക് കുറച്ച് പാടായിരുന്നു. അവർ കുറച്ചുകൂടി എൻ്റെ അടുത്തേക്ക് നിന്നു. പക്ഷേ ആ നീക്കത്തിൽ എൻ്റെ കൈവിട്ടു പോകുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം ക്ലീനിങ് കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയേ, സ്റ്റെയിൻസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു. അവർ കാണിച്ച കണ്ണാടിയിൽ ഞാൻ നോക്കി. ഇനി നല്ലതുപോലെ ശ്രദ്ധിക്കണം. ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ഡെൻ്റൽ ഫ്ലേക്സ് ഉപയോഗിക്കണം. അതുപയോഗിച്ച് ക്ലീൻ ചെയ്താൽ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കുകളെല്ലാം ക്ലീൻ ആകും. ഉപയോഗിക്കേണ്ട വിധം അറിയാലോ? ഏയ് ഇല്ല, ഞാൻ നെട്ടി നോക്കി പഠിച്ചോളാം. എനിക്ക് വേഗം പോയി അന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഡോക്ടർ വാതിലിനടുത്തേക്ക് പോയി നോക്കി. വേറെ പേഷ്യൻസ് ആരുമില്ല. ഞാനിന്ന് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇതാ ഓയിൽമെൻറ്റ്. 2 ദിവസം ഇത് 2 നേരം പുരട്ടണം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, കേട്ടല്ലോ? ശരി ഡോക്ടർ. ഡോക്ടറുടെ ഫീസ് അത് ഞാൻ അടുത്ത പ്രാവശ്യം വാങ്ങിച്ചോളാം. അപ്പോൾ ഓയിൽമെൻറ്റിൻ്റെ ക്യാഷ്? എടോ, അതെനിക്ക് സാമ്പിൾ കിട്ടുന്നതാ, ഡോക്ടർ പറഞ്ഞു. ഓക്കെ ഡോക്ടർ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഓക്കേടോ, എന്നാൽ അടുത്ത ഫ്രൈഡേ വരാൻ മറക്കണ്ട. ഇല്ല, ബൈ. ഓക്കേടാ, ബൈ. അങ്ങനെ ഞാൻ വേഗം വീട്ടിലേക്ക് വിട്ടു. റൂമിൽ പോയി അങ്ങ് തുടങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് കുറ്റബോധം തോന്നി. എന്നോട് അത്രയ്ക്ക് നന്നായി പെരുമാറിയ ഡോക്ടറെ ഓർത്ത് വേണ്ടായിരുന്നു. പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. മുന്നിൽ എല്ലാം ഈസിയായിരുന്നു. അവസാനമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിനിടയ്ക്ക് ഞാൻ FBയിൽ ഡോക്ടറുടെ പ്രൊഫൈൽ നോക്കിയിരിക്കുമായിരുന്നു. എങ്കിലും റിക്വസ്റ്റ് അയക്കാൻ കോൺഫിഡൻസ് വന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഇനിയിവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാം കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക.